ഹൈബോ ഹൈബോ. ഫ്ലൈറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലേക്ക് ഏതാനും നിമിഷം കൊണ്ടെത്തും അല്ലേ? വയറ് കാളുണ്ടോ? വയറ് കാളുണ്ട്. അലേഹിൻ്റെ നീച്ചിലല്ലോ. ഇന്നത്തെ ഫ്ലൈറ്റിൽ എൻ്റെ കുട്ടികളാണ് ഏറ്റവും നല്ല 2 കുട്ടികൾ, കരയാത്ത കുട്ടികൾ. കണ്ണ് തുറന്നിരിക്കണമൊക്കെ ശ്വാസം കിട്ടണം നോക്കട്ടോ. അങ്ങനെ ഗൈസ്, നമ്മൾ കണ്ണൂർ ഇറങ്ങിയിട്ടുണ്ട്. ഖത്തറിൽ നിന്ന് നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി എന്തായാലും നാട്ടിൽ പോകുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. ഖത്തറിലെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടില്ലേ? ഓക്കെ, ബൈ ബൈ, താങ്ക് യു. ഇറങ്ങി ലാസ്റ്റ് നിങ്ങൾ പോയിട്ട് വേണത് മാറ്റാൻ. ഗൈസ്, ഇതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ്. ഇതാണ്ടോ ഇത്ര ഏറ്റവും ബാക്കിലായിരുന്നു നമ്മൾ. അങ്ങനെ നാട്ടിലെത്തിയ ഇവർക്കൊന്നും മുഖമില്ല. സാധാരണ ഗൾഫിൽ നിന്ന് വരുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും. അത് നിങ്ങൾക്കൊന്നും സന്തോഷമില്ലാത്ത? എന്തായാലും ഖത്തറിന്ന് നാട്ടിലെത്തി പച്ചപ്പ് കാണാൻ തുടങ്ങി. അങ്ങനെ ഗായ്സ്, ഇവിടെ എത്തി. കണ്ണൂർ എയർപോർട്ടാണ് അല്ലേ? അലേഹ ഫുൾ ടൈം ഉറക്കം ഗായ്സ്. ഇന്ന് നല്ലൊരു കുട്ടിയായിരുന്നു. 1 2 2 2 2 2 2 2 2. എൻ്റെ കുട്ടി ഫുള്ള് ഉറങ്ങി ഗൈസ്. നല്ലൊരു കുട്ടിയായി ഫ്ലൈറ്റിൽ, അടിപൊളിയായി. ഓള് നല്ലൊരു കുട്ടിയായി. എല്ലാം ഒതുങ്ങിയിരുന്നു. ഇതുവരെ ഉറങ്ങി. ഒരു കച്ചറി ഓൾ ഉണ്ടാക്കിയില്ല. താനെ താനാനെ താനാനാനെ താനെ താനെ താനാനെ താനാനാനെ താനെ. ലഗേജ് എടുക്കാൻ്റെ മക്കളെ പോയേക്കോ. ലഗേജും കിട്ടി. 1 2 3 4 5 6 7 8 പെട്ടി. ഈ അലേഹ ആനപ്പുറത്തിരിക്കണ മാതിരിയാ പെട്ടിയുടെ പുറത്ത്. നമ്മൾ നേരെ ഫ്ലൈറ്റൊക്കെ ഇറങ്ങി ലഗേജൊക്കെ കയറ്റി അല്ലേ? ആർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? സെറ്റല്ലേ? സിനുവിൻ്റെ തല എവിടെ? കൊഴങ്ങിയോ? ഖത്തറിന്റെ പൂതി മാറിയോ? അതോ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന പൂതി മാറി? ഖത്തർ പോണോ? ലഗേജ് ആക്കുമ്പോ ഞാൻ പറഞ്ഞിരിക്കണേ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ലാന്ന്. അത് ലഗേജ് കുറവാളു, പെട്ടിടണ കൂടുതല്. അതാണ് പ്രശ്നം. ഫുള്ള് ഡ്രസ്സാണ് ആ പെട്ടിയില്, കംപ്ലീറ്റ് സാധനം. വേറെ ഒരു സാധനം വാങ്ങിയിട്ടില്ല. എനിക്ക് ആ മറ്റേ അട്ടപ്പെട്ടിയിൽ കെട്ടിയാൽ മതിയായിരുന്നു. എന്നാലും ഇതിൽ പോവില്ല. ഫൈനലി വീടെത്തി ഗൈസ്. 8 മണി കഴിഞ്ഞു. മക്കളെ അങ്ങനെ എയർപോർട്ടിൽ നിന്ന് വീട്ടിലെത്തി. അലേഹന്റെ മുടി കെട്ടിയണൊക്കെ അലേഹണ്ട് വാ, മീശ നോക്കട്ടെ. അപ്പം മീശ നോക്കട്ടെ. ഓറഞ്ച് ജ്യൂസ് കുടിച്ചോട്ടെ ഗൈസ്. നോക്കട്ടോ, ഓറഞ്ച് ജ്യൂസ് കുടിച്ച അലേഹ. ഇങ്ങോട്ടൊക്കെ അങ്ങനെ നമ്മൾ നാട്ടിലോട്ട് തിരിക്കണം. അതിനുള്ള പെട്ടി കെട്ടണം. ഏകദേശം ഇന്നലെ ഇവിടെ എത്തിയപ്പോഴേക്കും മക്കളെ 8 മണി 9 മണി ആയിക്കണം. പിന്നെ കണ്ണൂരിൽ നിങ്ങൾ ട്രാവൽ ചെയ്ത് വന്നപ്പോഴേക്കും നേരം കുറേ കിട്ടോ. ഓക്കെ, ഫൈനലി അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെ വീട്ടിലല്ല, സിനുവിൻ്റെ വീട്ടിലാണ്. സിനു ആകെ വിഷമത്തിലാണ്. ഖത്തറിന്ന് വീട്ടിലേക്ക് എത്തിയ വിഷമത്തിലാണ് സിനു. എന്താണ് നമുക്ക് ഇത്ര വിഷമം? നമുക്ക് അവിടെ മിസ്സാവുന്നുണ്ടോ? അതോ കുറച്ച് ദിവസം കൂടി നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു കുറച്ച് ദിവസം കൂടി നൗഫൽ നിങ്ങൾക്ക് നിന്നുകൂടായിരുന്നേന്ന്. നൗഫലിനല്ല, സിനുവിന് കുറേ ദിവസം അവിടെ നിൽക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ ചെന്നപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവിടുത്തെ സ്ഥലങ്ങളും അല്ലാതെ നമ്മൾ ഖത്തർ ആദ്യമായിട്ട് കാണപ്പെടുന്നത് കേൾക്കുമ്പോൾ തന്നെ ഖത്തർ ചെറിയ രാജ്യമാണ്, ഖത്തറിൽ അങ്ങനെ കൂടുതലൊന്നുമില്ല. പിന്നെ ഞാൻ പൊതുവെ അങ്ങനെ നാട്ടിൽ നിന്ന് അങ്ങനെ മാറിക്കാത്ത ഒരാളാണ്. പക്ഷെ എനിക്ക് അവിടെ പോയപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ എന്താ പറയുക, ഇനിയും പോകാമല്ലോ. പിന്നെ നമ്മളെ ബിസിനസ്സിൻ്റെ കാര്യം ഇൻഷാ അല്ലാഹ് വഴിയെ നമ്മളൊക്കെ സെറ്റാക്കും. അവിടെ അതിനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഖത്തർ വിസിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? എന്തിനാണ് എനിക്ക് ഇത്ര സങ്കടം? എൻ്റെ ഉപ്പനെ മിസ് ചെയ്യാണ് അതോ ഖത്തർ മിസ് ചെയ്യേ? എന്താ വീട്ടിൽ ഈ പെണ്ണുങ്ങളാരും ഇങ്ങനെ തന്നെ കേട്ടോ. ഇനിയിപ്പോൾ അവനാൻ്റെ ഇനി പുതിയാപ്പിളുടെ പെരേക്ക് പോകുക എന്ന് പറയുമ്പോൾ മുഖവും ഇങ്ങനെ മറ്റേത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ തുള്ളി കളിച്ചിട്ട് ഓട്ടോ. ഇതിപ്പോൾ കുറേ നേരമായി കാത്തിക്കണു. ഓരോ പെട്ടി കെട്ടുക ഊരുക മടക്കി വെക്കുക, അങ്ങോട്ട് ആക്കുക. നേരെ ഇങ്ങനെ 11 മണി കഴിഞ്ഞും ഇറങ്ങിയിട്ടില്ല അല്ലേ?
ഓക്കെ, അപ്പോൾ എന്തായാലും കഴിച്ച് നമുക്ക് ഇവിടെ 2-3 പോകാണ്ട്. ഇവിടെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് വീട്ടിലോട്ടാണ്. അതിന് മുന്നേ ഞാൻ ഏറ്റുവെച്ച കുറേ പ്രോഗ്രാംസ് ഉണ്ട്. അതിലൊരു പ്രോഗ്രാമിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് വേണം എനിക്ക് നാട്ടിലോട്ട് പോകാൻ. കാരണം നമ്മൾ ഏറ്റതാണല്ലോ. അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടേ നാട്ടിലോട്ട് പോകുന്നുള്ളൂ. അങ്ങനെ അതിൻ്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് നാട്ടിലോട്ട് തിരിക്കുകയാണ് ഗായ്സ്. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചെന്താ പറയുക, സീനു ഡ്രസ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിടുന്നുണ്ട്. ഞാൻ ഉഫല് നോക്കിയേക്കാം, എയർപോർട്ടിൽ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഒരേ ഡ്രസ്സാണുള്ളൂ. ഇങ്ങനെ കമൻറ്റ് വന്നിട്ട് വരുമ്പോൾ പറഞ്ഞില്ലേ, പോകുമ്പോൾ ഡ്രസ്സ് ചെയ്യുന്നില്ലേ. ഞാൻ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ പോകുമ്പോഴൊക്കെ ഒറ്റ ഡ്രസ്സാണ് ഗൈസ്. അപ്പം നിങ്ങൾക്കറിയാം നമ്മൾ പോയത് ആകെ 7 ദിവസത്തിനാണ്. 7 ദിവസത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക, അവിടെ ഫുൾ അവൾക്ക് പിന്നെ ഡ്രസ്സൊന്നും തീരെ ഇല്ലാത്തൊരു കുട്ടിയാവുകൊണ്ട് ഉള്ള ഡ്രസ്സൊക്കെ ഓള് ഇങ്ങനെ ദാനം ചെയ്യലാണ് ഗൈസ്. അതപ്പോൾ ഒന്ന് കൊടുക്കാൻ വേണ്ടി പോകണം. ഞാൻ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ 7 ദിവസം, ഒരു ദിവസം പോലും നമ്മൾ വെറുതെ ഇരുന്നിട്ടില്ല. ഫുള്ള് കറക്കായിരുന്നു. അങ്ങനെ എന്താ ഈ കറങ്ങുന്ന ഗ്യാപ്പിൽ ഇട്ട തന്നെ ഇട്ടുകൊണ്ടിരിക്കണത്. അതായത് ഞാനാകെ 4 ഡ്രസ്സേ കൊണ്ടുപോയിട്ടുള്ളൂ. അതിൽ അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും വരുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ 3-4 സ്ഥലത്ത് പോക്കില്ലേ, കോർണിഷായിട്ടും അങ്ങനെ ഇങ്ങനെ ആയിട്ടൊക്കെ ആയിട്ട് 3-4 സ്ഥലം നമ്മൾ കവർ ചെയ്യലുണ്ട് ഗൈസ്. അപ്പോൾ പിന്നെ ഇട്ട തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പോകുന്ന സ്ഥലത്തേക്കൊക്കെ ഡ്രസ്സ് വാങ്ങിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചോറ് മറക്കുന്ന കാര്യമല്ലേ. അതുകൊണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ചെറിയൊരു ഇതുണ്ടാവും. പക്ഷേ നമുക്ക് ഔറത്ത് മറച്ചാൽ മതിയല്ലോ അല്ലേ, ആൾക്കാരെ കാണിക്കണ്ടല്ലോ. എനിക്ക് അങ്ങനെയൊന്നും കുഴപ്പമില്ല. എനിക്ക് കംഫർട്ടുള്ള ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഡ്രസ്സ് ഒരു 10 ദിവസം ഇടും, അത് തിരുമ്പിയിട്ട് കേട്ടോ. അല്ലാതെ ഇന്ന് ഈ ഡ്രസ്സ് ഇട്ടു, നാളെ ആ ഡ്രസ്സ് ഇതേ ഡ്രസ്സ് നാളെ കണ്ടു കഴിഞ്ഞാൽ പോലെ എന്താ വിലയിരുത്തുക, അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഞമ്മക്കില്ല ഗൈസ്. നല്ല ഡ്രസ്സ് കീറാത്തൊരു ഡ്രസ്സായി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. ഗൈസ് നമ്മൾ പെരയെ കൊണ്ടുപോകണ പെട്ടി ഇതായിരിക്കണേ, നൗഫൽ ദോഹ കണ്ണൂർ. ഓക്കെ, ഇതിലാണ് നമ്മൾ പെരയ്ക്ക് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. പിന്നെ കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ഇത് വില ഇരുത്തരുത് ആരും, കാരണം നമ്മൾ പ്രവാസി ആയിട്ട് ഗൾഫിൽ പോയി 2-3 കൊല്ലം കഴിഞ്ഞ് വന്നിരിക്കുകയല്ല. അലേഹ അയച്ചോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാധനം എല്ലാവർക്കും ഓരോ സാധനം വെച്ചിട്ട് കുറച്ച് മുട്ടായികളും ബാക്കിയുള്ളതൊക്കെ നമ്മളെ ഡ്രസ്സ് അങ്ങോട്ട് കൊണ്ടുപോയ ഡ്രസ്സാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഈ വീഡിയോയിൽ 4 ഡ്രസ്സാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടലി 4 പേരുണ്ട്. അതായത് നമ്മളെക്കാൾ കൂടുതൽ ഡ്രസ്സ് നമ്മളുടെ മക്കൾക്ക് വേണം. ഓല ഇടയ്ക്കിടയ്ക്ക് വമ്പൈസ് മാറ്റിയും കൊണ്ട് ചേഞ്ച് ചെയ്തിട്ടും ഓൾക്ക് ഡ്രസ്സ് വേണം. അതുകൊണ്ട് ഓല ഡ്രസ്സാണ് കൂടുതലുള്ളത്. പിന്നെ ഒരാൾക്ക് കൊണ്ടുവരുന്നതിന് കണക്കുണ്ട്. പിന്നെ പോരാത്തതിന് വരുമ്പോൾ സീനും ഫാമിലിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കാറിൽ നമ്മൾ എയർപോർട്ടിൽ പോയത്, കണ്ണൂർ എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങിയത്. ഒരു കാറിൽ എയർപോർട്ടിൽ പോകുമ്പോൾ ടോട്ടലി 7 ലഗേജ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇതിലിപ്പോൾ 2 ലഗേജ് വെച്ചപ്പോഴേക്കും ഗ്യാപ്പ് ഫില്ലായി. ഇനി ഇതിൽ മൊത്തം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറെ ഇരിക്കാൻ സ്ഥലമല്ല. അതേപോലെ നമ്മൾ ബൊലേറോ വണ്ടിയിലാണ് വന്നിട്ടുള്ളത്. ഉള്ളിൽ സ്പേസ് കുറച്ച് കുറവായിരുന്നു. എന്നാലും എല്ലാ ലഗേജും ഉൾക്കൊള്ളിച്ച് അത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് അത്രയും റിസ്ക് എടുത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ ലഗേജ് കൂട്ടാൻ അവിടെ നിന്നിട്ടില്ല. മെയിനായിട്ട് ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം തിരിച്ച് നാട്ടിലോട്ട് എത്തുമ്പോൾ നമുക്ക് ഇല്ലെങ്കിൽ 2 വണ്ടി ഒക്കെ വിളിച്ച് പോകേണ്ടി വരും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ലഗേജ് നമ്മൾ കുറച്ചതും ഇതാക്കിയതും. അപ്പോൾ എല്ലാവരും കിട്ടിയ സാധനം കൊണ്ട് തൃപ്തിപ്പെടുക, അത്രേ ഉള്ളൂ അല്ലേ. അങ്ങനെ ഗൈസ്, ഈ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെത്തിയിട്ട് കാണാം. പെട്ടി തുറക്കാനൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നാട്ടിലെ വിശേഷങ്ങൾ.